കോഴിക്കോട് ജില്ലയിൽ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു ഹിൽ സ്റ്റേഷനാണ് ഇന്ന് കൺട്രി സൈഡിൽ പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ കാറ്റുള്ളമല നമ്പികുളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ബാലുശ്ശേരിയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ റോഡ് മാർഗം വന്നാൽ കാറ്റുള്ളമലയിലെത്തും. അവിടെ നിന്ന് 4.5 കിലോമീറ്റർ ചെങ്കുത്തായ റോഡ് കയറി വേണം നമ്പികുളത്തെത്താൻ. സാധാരണ കാർ ഉപയോഗിച്ച് നമുക്ക് നമ്പികുളത്ത് എത്താൻ കഴിയില്ല. ഒന്നുകിൽ നടന്നു പോകണം, അല്ലെങ്കിൽ ജീപ്പ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് നമ്പികുളത്ത് എത്താൻ കഴിയുള്ളൂ. കാരണം കാണാൻ കഴിയുന്നത് പോലെ തന്നെ ചെങ്കുത്തായ മലയാണ്, കയറ്റമാണ്, അതുപോലെ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനായിട്ടൊരു ജീപ്പ് ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. നമ്പികുളത്തേക്കുള്ള വഴി പകുതി ദൂരം മാത്രമേ നമ്മൾ പിന്നിട്ടിട്ടുള്ളൂ. ഏകദേശം 2 കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ ഒരു സ്ഥലം കാണാനുണ്ട്. നമുക്ക് മത്തൻ കൊക്ക എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. അതായത് ഇവിടെ ഒരു പാറയുണ്ട്. ഈ പാറപ്പുറത്ത് നിന്നാൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളും നമുക്ക് നന്നായി കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ കൂട്ടാലിട, അതുപോലെ കൊയിലാണ്ടി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കൊയിലാണ്ടി ഭാഗത്ത് അറബിക്കടൽ വരെ ഇവിടെ നിന്ന് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഭാഗം കൃത്യമായി കാണാൻ കഴിയില്ല. എങ്കിലും നമ്പികുളത്തേക്കുള്ള യാത്രയിൽ നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാന സ്ഥലം തന്നെയാണ് ഈ വ്യൂ പോയിൻ്റ്. നമ്പികുളത്തേക്കുള്ള വഴിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് കളപ്പുര അള്ള്. കുറേ പാറക്കൂട്ടങ്ങൾ ചേർന്ന് ഒരു ഗുഹ പോലെ രൂപപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടുപേരുമായി ബന്ധപ്പെട്ടാണ് ഇതിന് കളപ്പുര അള്ള് എന്ന പേര് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കളപ്പുര അള്ള് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അള്ളിൻ്റെ ഉൾഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നല്ല സുരക്ഷിതമായ ഒരു ഇടം എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ കുറേ പാറകൾ വലിയ ഒരു പാറയെ താങ്ങി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ വേണമെങ്കിൽ കടക്കാം. അതുപോലെ അപ്പുറത്തേക്ക് ഇതിലൂടെ മറ്റൊരു വഴി കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഒരു മഴ പെയ്താൽ പോലും ഒരു ഇറ്റ് വെള്ളം പോലും നമ്മുടെ ദേഹത്ത് വീഴാതെ ഇവിടെ നമുക്ക് ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ യാത്ര തന്നെയാണ് നമ്പികുളത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഓഫ് റോഡ് ഡ്രൈവിങ്ങിനൊക്കെ പറ്റിയ ഒരു വഴിയാണ് ഇത്. നമ്മുടെ ഡ്രൈവർ വിൽസൺ ചേട്ടൻ വളരെ അതിവിദഗ്ധമായാണ് നമ്മളെ ഈ പാതയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാറ്റുള്ളമലയുടെ ഏറ്റവും മുകളിലെ നമ്പികുളം മലയിൽ എത്തി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2200 അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ ഏതാണ്ട് എല്ലാ ഭാഗവും പൂർണ്ണമായും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും.
നല്ല ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയും മനോഹരമായ ദൃശ്യഭംഗിയുമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ കോട നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളൊന്നും വളരെ വ്യക്തമായി കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. എങ്കിലും ഈ കോടയുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. നഗരജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും അകന്ന് ശുദ്ധവായു ശ്വസിച്ച് ഇവിടെ എങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. നമ്മൾ വലുതെന്ന് കരുതിപ്പോരുന്ന നമ്മുടെ നഗരങ്ങളും കെട്ടിടങ്ങളുമൊക്കെ എത്ര ചെറുതാണെന്ന് ഈ ഇരുത്തത്തിൽ ബോധ്യമാകും. ഏതായാലും യാത്രകൾ ഇഷ്ടപ്പെടുന്ന, സാഹസികത ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയിൽ അലിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരും ഈ സ്ഥലം സന്ദർശിക്കാതെ പോകരുത്. ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്പികുളം. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പണ്ടൊരു വയർലെസ് സ്റ്റേഷൻ, പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ ഇടിമിന്നലേറ്റ് മരിച്ചത് കാരണമാണ് പിന്നീട് ആ വയർലെസ് സ്റ്റേഷൻ ഇല്ലാതായത്. അത് വീണ്ടും ഇവിടെ കൊണ്ടുവരാനുള്ള നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം, കോഴിക്കോട് ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്ന ഒന്നായി നമ്പികുളം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 4 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്പികുളം. നമ്പികുളത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്, അതുപോലെ കണ്ണാടിപ്പൊയിൽ വയൽ, കരിപ്പൂർ വിമാനത്താവളം തുടങ്ങിയവ. അധികം സഞ്ചാരികൾ ഇവിടെ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്പികുളം മാലിന്യമുക്തമാണ്. ഇനി വരുന്നവരും അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. നമ്പികുളം മലയിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ സുന്ദരമായ കാഴ്ചകളുമായി അടുത്ത കൺട്രി സൈഡിൽ കാണാം.